ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നനച്ചുളി പരിപാടിയാണ് കേട്ടോ. നമ്മളിതിൻ്റെ മുന്നത്തെ 2 ദിവസം മുന്നേ മൊത്തത്തിൽ ആളും റൂമുകളും ഒക്കെ ഒന്ന് ചിമ്മിണിയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചൊരു വൃത്തിയാക്കിയതാണ്. നമ്മൾ ഇടക്കിടക്ക് ചെയ്യുന്നതാണ്, എന്നാലും അതൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് തോത്തി തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ ഷെൽഫുകളും അതുപോലെ കുപ്പികളും ഫ്രിഡ്ജൊക്കെ ഒന്ന് തോത്തി തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇടക്കിടക്ക് നമ്മൾ ഫ്രിഡ്ജൊക്കെ തോത്തുന്നതാണ്, എന്നാലും ഒന്ന് തോത്തിയെടുക്കാമെന്ന് വിചാരിച്ചിരിക്കണം. അധികം പൊടിയൊന്നും ഇല്ല കേട്ടോ, എന്നാലും നമ്മൾ തോത്തി തുടച്ചൊന്ന് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ആ പരിപാടിയാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതാക്കണിപ്പോൾ നമ്മൾ ഉപ്പും പുളിയൊക്കെ ഇട്ടിട്ടുള്ള ഭരണിയാണ് കേട്ടോ ഇത്. അതൊക്കെ തട്ടി കൊടുത്തിട്ടുണ്ട്, തോത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നമ്മളെ ഗ്ലാസ്സുകളും പ്ലേറ്റുകളും വെക്കുന്ന ചില്ലിൻ്റെ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഒരു ഷെൽഫാണ് കേട്ടോ, ചില്ലിൻ്റെ ഷെൽഫാണ്. ഇതൊക്കെ ഒന്ന് നനച്ച് തോത്തിയെടുക്കാണ് കേട്ടോ ഞാൻ. ഇതിപ്പോൾ നമ്മുടെ ഫ്രിഡ്ജാണ് കേട്ടോ. ഫ്രിഡ്ജ് പിന്നെ നമ്മൾ ഇടയ്ക്ക് തോത്തിയെടുക്കുന്നതാണ്, എന്നാലും ഞാനൊന്ന് തോത്തി തുടച്ചെടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ ഇപ്പോൾ നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ മുട്ടയോ അങ്ങനെയൊക്കെ വെക്കാറുള്ളൂ. പിന്നെ കറിവേപ്പിൻ്റെ ഇല, തേങ്ങ ഇതൊക്കെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ അൾക്കറിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അത് ക്ലീൻ ചെയ്യുന്ന ലിക്വിഡുമാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ തുടക്കുമ്പോഴും അതുപോലെ നമ്മൾ സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ ഇത് വെച്ചിട്ട് തോത്തിയാൽ നല്ല ക്ലീൻ ആവുന്നുണ്ട്. ഇപ്പോൾ ഇതാക്കണ ഞാൻ ഈ ഷെൽഫിൻ്റെ ഒക്കെ താഴെ ഭാഗമല്ല സ്റ്റീലിൻ്റെ ഈ വർക്കൊക്കെ ഇതുകൊണ്ടാണ് കേട്ടോ തോത്തിയെടുക്കുന്നത്. നല്ലോണം ക്ലീനായി വരുന്നുണ്ട്, നമുക്ക് നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനിത് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാറുള്ളത്. ഇത് നമുക്ക് 500ൻ്റെ ഒരു ബോട്ടിലിന് നമുക്ക് 60 രൂപ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. ഞാൻ അൾക്കറിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇത് പരസ്യം ചെയ്യാൻ പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ച് പോകുന്നതാണ്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ ഇതിന്, ഈ ലിക്വിഡിന്. അപ്പോൾ നമ്മളെ അലമാരകളൊക്കെ തോത്തി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതാണ് ഞങ്ങളെ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് കേട്ടോ. പാത്രവും ഗ്ലാസും സ്പൂണൊക്കെ ഇതിലാണ് വെക്കാറുള്ളത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ, നമുക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ അലമാരയിൽ തന്നെയാണ് പാത്രങ്ങളും ഗ്ലാസും സ്പൂണൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ മക്കളൊക്കെ എല്ലാം വീട്ടിലാണെങ്കിൽ ഇങ്ങനെ അവരെപ്പോഴും അടക്കും തുറക്കും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് കേടുമാണ് അലമാരൻ്റെ ഇതൊക്കെ നമുക്ക് വേഗം കംപ്ലൈൻ്റ് ആവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയതും കൊണ്ട് അവർക്ക് ആവശ്യമുള്ളതുപോലെ വന്നുകൊണ്ട് ഇതുമെന്ന് എടുത്തോളും ഗ്ലാസും പാത്രങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. ഇതിൽ നമുക്ക് സ്പൂണുകളും വെക്കാം, ഗ്ലാസും പാത്രങ്ങളും വെക്കാം കേട്ടോ. നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ വീട്ടിൽ അത്യാവശ്യത്തിന് എടുക്കുന്ന പാത്രങ്ങൾ, സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു 4-5 പാത്രങ്ങളും 4-5 ഗ്ലാസ്സുകളും സ്പൂണുകളും മാത്രമേ അതിന് വെക്കാറുള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഇതായത് വരുന്നത് ഇതേപോലെ ഒരു ട്രേയും ഉണ്ട്, പിന്നെ നമ്മളെ ഈ സ്റ്റാൻഡുമാണ് കേട്ടോ വരുന്നത്. ട്രേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഗ്ലാസും പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമ്പോൾ ആ ഗ്ലാസ്സിലും പാത്രങ്ങളിലൊക്കെ ഉള്ള വെള്ളം ഇതിലേക്ക് ഉറ്റി വീഴും. എന്നിട്ട് നമുക്ക് അത് എടുത്തുങ്ങാണ്ട് പുറത്തേക്ക് കളഞ്ഞാൽ മതിയിട്ട്. നല്ല ഉപകാരമാണ്, നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മാത്രമല്ലേ വെക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഇതുമില്ല, നമുക്ക് ഡെയിലി ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. നല്ലതാണ് കേട്ടോ, ഞങ്ങൾക്ക് വീട്ടിൽ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഞാൻ ഇതേപോലെ തന്നെ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ്. ഇത് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലേ, അത് ഒഴിച്ച് വെക്കണതാണ് കേട്ടോ. നമ്മുടെ ഫെയർ ഇല്ലേ, അത് ഒഴിച്ച് വെക്കുന്നതാണ്. അതുപോലെ നമ്മളിങ്ങനെ നെക്കി കൊടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനേ കിട്ടുള്ളൂ, കൂടുതലായിട്ട് വേസ്റ്റായി പോകില്ല കേട്ടോ. ഇത് നമുക്കൊരു ഉപകാരമുള്ളത് തന്നെയാണ്. അങ്ങനെ അതൊക്കെ തോത്തി ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മുടെ ജനലുകളൊക്കെ ഒന്ന് നനച്ച് തോത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ജനലുകൾ കുറേ ഉണ്ട്, അപ്പോൾ എല്ലാ ജനലുകളും ഇതേപോലെ തുറന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി തോത്തി തുടച്ചെടുക്കട്ടെ. ഇതിപ്പോൾ ജനലുകളും അടുക്കള ക്ലീനിങ്ങും ആണ് കേട്ടോ ചെയ്യുന്നത്.
അങ്ങനെ ഇതാ ഒരുവിധം എല്ലാ ജനലുകളും നനച്ച് കഴുകി തോത്തിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അകത്ത് തന്നെ കയറി വാഷ് ബേസിൻ്റെ അവിടെയും കൂടി ഒന്ന് ഇതേപോലെ നനച്ച് തോത്തി വാഷ് ബേസിൻ്റെ കണ്ണാടൊക്കെ ഒന്ന് നനച്ചുങ്ങാണ്ട് തോത്തിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിനും ഇതാക്കണം നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് തന്നെ തോത്തിയെടുക്കുന്നത്. ഇതാ ഞാനിപ്പോൾ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ് കേട്ടോ, ഈ ഒരു ഇത് വെച്ചിട്ടാണ് അൽക്കറിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടാണ് നമ്മൾ പൈപ്പൊക്കെ കേകി എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല, നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ പൈപ്പുകളൊക്കെ നമ്മൾ കേകി എടുക്കുമ്പോൾ നല്ലൊരു കളർ, അതായത് നല്ലൊരു തിളക്കം വരുന്നുണ്ട് കേട്ടോ. ഒന്ന് നല്ലോണം ക്ലീൻ ആവേണ്ടത് ഉപയോഗിച്ച് കേൾക്കുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ വാങ്ങാറുള്ളത്. നല്ല ഉപകാരമായിട്ടുണ്ട്, നമുക്ക് നല്ല പെട്ടെന്ന് നമ്മൾ ക്ലീൻ ആയി കിട്ടുന്നുണ്ട്. നല്ല കളർ അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ അടുക്കളയിലത്തെ ക്ലീനിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി വാഷ് ബേസും ഇവിടെയൊക്കെ തോത്തി കഴിഞ്ഞിട്ട് നിർത്തുകയാണെങ്കിൽ ബാക്കി നമ്മൾ നാളെ ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ കുട്ടികൾക്ക് വിശക്കുന്നുണ്ട്, ഓരോന്ന് ഉണ്ടാക്കി തരുമൊക്കെ ചോദിച്ചുങ്ങാണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം കുളിച്ച് വന്നുകൊണ്ട് അവർക്ക് ഷവർമ്മ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ബെന്ന് ഇവിടെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ക്യാരറ്റും കക്കരിക്കും ക്യാബേജും പിന്നെ അതുപോലെ തന്നെ സവോളയൊക്കെ ഇട്ടിട്ട് ചിക്കനൊക്കെ ഇട്ടിട്ട് ഒരു ഷവർമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണിന്ന് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പം ഇത് കഴിക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.